ടോം കേൾക്കാമോ? എവിടെയാണ് ടോം ഇപ്പോൾ ഉള്ളത്? മഞ്ജുഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ സമാപിക്കുന്ന എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിന് മുന്നിലാണ്. എറണാകുളം മഹാരാജാസ് ഗ്രൗണ്ട് മുതൽ, അതായത് KPCC ജംഗ്ഷൻ മുതൽ എറണാകുളം ലോ കോളേജ് വരെയാണ് 1.5 കിലോമീറ്റർ നീളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ. അതിന് തൊട്ട് സമീപത്താണ് എറണാകുളം ഗസ്റ്റ് ഹൗസ് ഉള്ളത്. ഗസ്റ്റ് ഹൗസിലാണ് ഇന്ന് രാത്രി അദ്ദേഹം ചിലവഴിക്കുന്നത്. പിന്നീട് രാവിലെയാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ, അതായത് ഗുരുവായൂർ, തൃപ്രയാർ സന്ദർശനങ്ങളും കൊച്ചി ഷിപ്പ്യാർഡിലെ 3 പദ്ധതികൾ ഉദ്ഘാടനവും അതിനുശേഷം ശക്തി കേന്ദ്ര പ്രതിനിധികളുടെ സമ്മേളനവും. അത് ഈ 4 പരിപാടികളാണ് നാളെ ഔദ്യോഗികമായി അദ്ദേഹത്തിനുള്ളത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി കൊച്ചിയിലെ ഇരുവശങ്ങളിലുമായി, കൊച്ചിയിൽ അതായത് അദ്ദേഹത്തിന്റെ റോഡ് ഷോ കടന്നു പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമായി ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നിട്ടുണ്ട്. എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ 50,000-ത്തിലധികം വരുന്ന BJP പ്രവർത്തകരാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും കൊച്ചിയിലെ നഗരവീഥികൾ ദീപാലങ്കൃതമാണ്. BJPയുടെ പതാകകൾ വഹിച്ചുകൊണ്ട് BJP പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അത്രയ്ക്കും വലിയൊരു ആവേശകരമായ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. 2 ആഴ്ച മുൻപ് തൃശ്ശൂരിൽ കണ്ടതിനേക്കാൾ 10 മടങ്ങ് ആവേശം ജനിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്കിപ്പോൾ എറണാകുളത്ത് കാണാൻ കഴിയുന്നത്. അതായത് മഹാരാജാസ് ഗ്രൗണ്ട്, അതിനുശേഷം സുഭാഷ് പാർക്കിൽ നിന്നും എറണാകുളം കമ്മീഷണർ ഓഫീസ്, ആ വഴിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് വരെയുള്ള 1.5 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അല്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ അല്പം വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 7:15 കൂടിയായിരിക്കും അദ്ദേഹം ഇവിടെ എത്തുക. ആ സമയം വരെയും, അതായത് കഴിഞ്ഞ 3.5 മണിക്കൂറായി BJP പ്രവർത്തകർ വലിയ ആവേശത്തിൽ പാട്ടും മേളങ്ങളുമായി ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നു, മുദ്രാവാക്യം വിളികളുമായി തിങ്ങിക്കൂടി നിൽക്കുന്നു. BJP അത്രത്തോളം വളരെ വലിയ ഒരു ആവേശ നിമിഷത്തിനാണ് ഇപ്പോൾ ഇവിടെ കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുൻപും കേരളത്തിൽ റോഡ് ഷോ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമാവുകയാണല്ലോ. ഇരുട്ട് വീണതിന് ശേഷമാണ് ഇങ്ങനെ ഒരു റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തുന്നത്. അത് കൂടുതൽ ആവേശമുണ്ടാക്കിയിരിക്കുകയാണല്ലോ. എത്രയോ മണിക്കൂറുകളായി ആളുകൾ കാത്തു നിൽക്കുകയാണ് കൊച്ചി നഗരത്തിൽ ഈ 1.5 കിലോമീറ്ററിൽ താഴെയുള്ള ദൂരത്ത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, ഇത് തന്നെയാണോ ഈ മുഴുവൻ സ്ഥലങ്ങളിലും? KPCC ജംഗ്ഷൻ മുതൽ ഗസ്റ്റ് ഹൗസ് വരെ ഇതേ രീതിയിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണോ ഇപ്പോഴും? തീർച്ചയായും മഞ്ജുഷ, കാരണം നമുക്കറിയാം 2 ആഴ്ച മുൻപ് തൃശ്ശൂരിൽ 1 ലക്ഷത്തോളം പ്രവർത്തകരായിരുന്നു അന്ന് റോഡ് ഷോയിൽ പ്രധാനമന്ത്രി അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത്. പക്ഷെ അവിടെ പുരുഷന്മാർ മാത്രമായി, കാരണം ഒരു മഹിളാ സംഗമം പങ്കെടുക്കുന്നതിന് വേണ്ടി മഹിളാ സംഘങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രി അന്ന് എത്തിയതെങ്കിൽ അതുകൊണ്ട് വനിതകൾ അന്ന് ഈ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് വനിതാ പ്രവർത്തകരുണ്ട്, ഏകദേശം 1000-കണക്കിന് വനിതാ പ്രവർത്തകരുണ്ട് വിവിധ ജില്ലകളിലെ, അതായത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അതായത് ബൂത്ത് കമ്മിറ്റി വരെയുള്ള താഴെത്തട്ടിലുള്ള ശക്തി കേന്ദ്ര ഘടകം വരെയുള്ള വിവിധ പ്രതിനിധികളാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് അതായത് 2024 ഈ വർഷം പിറന്ന ശേഷം അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കേരള സന്ദർശനം. നേരത്തെ തൃശ്ശൂരായിരുന്നുവെങ്കിൽ ഇന്ന് കൊച്ചിയിൽ. നാളെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് ഔദ്യോഗികമായ പരിപാടികൾ. വലിയ പ്രതീക്ഷ BJP പ്രകടിപ്പിക്കുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കണമെന്ന കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് BJPയുടെ ഓരോ നീക്കങ്ങളും. അദ്ദേഹം ഈ 2024 തുടങ്ങിയത് മുതൽ, അതായത് തമിഴ്നാട്, അതിനുശേഷം കേരളം, പിന്നെ ആന്ധ്ര, വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. കർണാടകയിൽ കഴിഞ്ഞ നമുക്കറിയാം 130 ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 130 ലോക്സഭാ മണ്ഡലമായിരുന്നു ഉള്ളത്. 130 വെറും 29 മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അതിൽ 25 മണ്ഡലം കർണാടകയായിരുന്നു. കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ പോലും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തവണ കർണാടകയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാടും
ആന്ധ്രയും കേരളവും കേന്ദ്രീകരിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങൾ ഇത് BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഔദ്യോഗികമായ പ്രചാരണ പരിപാടികളുടെ തുടക്കമായി പോലും, കേരളത്തിലെ ഔദ്യോഗികമായ പ്രചാരണ പരിപാടികളുടെ തുടക്കമായി പോലും വിലയിരുത്തുന്നുണ്ട്. 7,000-ഓളം ശക്തി കേന്ദ്ര പ്രതിനിധികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെയും വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങാൻ പ്രവർത്തകരോട് അദ്ദേഹം ആഹ്വാനം ചെയ്യും. മാത്രമല്ല ഏതൊക്കെ ഈ തൃശ്ശൂരിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അതായത് സ്വർണ്ണക്കടത്ത് പരാമർശിച്ചു പോയി. അതിനപ്പുറം ഒരു കടന്നാക്രമണം CPM-നെതിരെയോ അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായില്ല എന്ന ഒരു വിമർശനമായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കാണിച്ചത്. പക്ഷേ നാളത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏറെ ശ്രദ്ധേയമായിരിക്കും. കാരണം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഏത് രീതിയിലായിരിക്കും. പ്രത്യേകിച്ചും നമുക്കറിയാം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസടക്കം CPM-നെ പ്രതിരോധത്തിൽ നിൽക്കുന്ന, പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളുമുണ്ട്. ആ വിഷയങ്ങളടക്കം സ്വർണ്ണക്കടത്ത്, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി പരാമർശിക്കുമോ എന്നുള്ളതും കേരളം ഉറ്റുനോക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം ഇതിനു മുൻപ്, അതായത് 8 മാസം മുൻപ് അന്ന് യുവ സംഗമമായിരുന്നു. യുവജനങ്ങളുടെ വിവിധ മേഖലകളിലുള്ള യുവജനങ്ങൾ ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തുവെങ്കിൽ 2 ആഴ്ച മുൻപ് തൃശ്ശൂരിലും സ്ത്രീകളെയായിരുന്നു. പക്ഷേ ഇത്തവണ നാളെ BJPയുടെ സംഘടനാ സംവിധാനത്തിലുള്ള താഴെ തട്ട് മുതലുള്ള നേതാക്കളെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത്. കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. രാഷ്ട്രീയപരമായി BJP തയ്യാറെടുക്കുന്നു. തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട പല ജില്ലകളും പല പ്രവർത്തകരും വലിയ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു. തുടർച്ചയായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ BJPയുടെ താഴെ തട്ട് മുതലുള്ള സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുന്ന വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ്. ഒരു മാസം തന്നെ, ഈ വർഷം പുലർന്ന് ആദ്യ മാസം തന്നെ 2ാമത്തെ റോഡ് ഷോയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നടത്തുന്നത്. അതൊരു വലിയ പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. കുറച്ച് അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ഹെലികോപ്റ്ററിൽ എത്തിച്ചേരും. അവിടെ നിന്ന് അദ്ദേഹം റോഡ് മാർഗം കൊച്ചി നഗരത്തിലേക്ക് തിരിക്കും. അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 7:30 മണിയോടുകൂടിയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം മഹാരാജാസ് കോളേജ് മൈതാനത്തിന് അടുത്തുള്ള KPCC ജംഗ്ഷനിലെത്തും. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ തുടങ്ങുന്നത്. 7:30-ക്കും 7:45-നും ഇടയ്ക്ക് തന്നെ റോഡ് ഷോ തുടങ്ങാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആളുകൾ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും മണിക്കൂറുകളായി ഇതേ അവസ്ഥയായിരുന്നു കൊച്ചി നഗരത്തിൽ. ഇപ്പോൾ പ്രകാശ സംവിധാനങ്ങളാണ് കൊച്ചി നഗരത്തിൽ എങ്ങും. 1.25 കിലോമീറ്റർ ദൂരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്താൻ പോകുന്നത്. അല്പസമയത്തിനകം റോഡ് ഷോ തുടങ്ങാൻ പോവുകയാണ്. 4000 കോടി രൂപയുടെ പദ്ധതികൾ നാളെ പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വികസന പദ്ധതികൾ ഉണ്ട്. IOCയുടെ വികസന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം ഗുരുവായൂരിൽ രാവിലെ തന്നെ ഗുരുവായൂരിലേക്ക് അദ്ദേഹം തിരിക്കുകയാണ്. ഗുരുവായൂരിൽ അദ്ദേഹം ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിലും ദർശനം നടത്തും.